വല്ലതും മനസ്സിലായോ നിനക്ക്? നീ ഒരാള് കാരണം ഇപ്പൊ ഇങ്ങനൊരു യാത്ര വേണ്ടി വന്നത്. വീണ്ടുവിചാരമില്ലാത്ത പ്രവൃത്തികൾ ദയവ് ചെയ്ത് ഇനി കാണിക്കരുത്. അത് നമ്മുടെ കുടുംബത്തിലെ ഓരോ ആളുകളെയും ബാധിക്കും. പ്രകാശേട്ടാ, എക്സാമിന്റെ പേരും പറഞ്ഞ് ഗോകുലിനെ അവിടെ നിർത്തി പോന്നതില് അവന് നല്ല വിഷമമുണ്ട് കേട്ടോ. അവനവിടെ തനിച്ചൊന്നല്ലോ, മുത്തശ്ശിയുടെയും വിനുവിന്റെയും കൂടെ വസന്തയുടെ വീട്ടിലല്ലേ. പിന്നെന്താ, അവൻ കുഞ്ഞല്ലേ. ഇതുപോലെ ഉത്സവം യാഗങ്ങളൊക്കെ കേൾക്കുമ്പോ അവനും പോരണോന്ന് തോന്നില്ലേ? പിന്നെ അവൻ വലുതാവുമ്പോ പോയിക്കോളൂ. ഗോകുലി യാഗത്തിന് വന്നു കഴിഞ്ഞാലേ കളിപ്പാട്ടൊക്കെ അല്ലച്ചാ, ഞാനവിടെ വിളിച്ച് ചോദിച്ചിരുന്നു. ഇത്തവണ യാഗം നടത്തുന്നില്ലെന്നായിരുന്നു കമ്മിറ്റിയുടെ തീരുമാനം. അത് കഴിഞ്ഞ് ദേവപ്രശ്നം നടന്നു. യാഗം നടത്തിയേ പറ്റൂന്ന് അതിൽ തെളിഞ്ഞു. അതാ പെട്ടെന്ന് ദേവിയുടെ കാര്യങ്ങൾക്ക് അങ്ങനെ മുടക്കം പറഞ്ഞാൽ പറ്റുമോ?